ഹായ് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ അയാം ഗെയിം എന്ന മലയാള സിനിമ ഓഗസ്റ്റ് 20-നാണ് റിലീസാവുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ സിനിമ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾക്കിടയിലുണ്ട്. മോഹൻലാൽ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ദുൽഖർ സൽമാൻ ആണ് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. തീർച്ചയായും ദുൽഖർ സൽമാൻ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പോരാത്തതിന് മമ്മൂക്ക ഫാൻസ് എല്ലാവരും ദുൽഖറിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും ദുൽഖറിന് ഗുണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ദുൽഖറിനാണ് എന്ന് പറയുന്നതിനോട് നമ്മൾക്ക് അത്രയ്ക്കും യോജിപ്പില്ല. അത് തെളിയിക്കണം. ദുൽഖറിന്റെ സിനിമകളിലൂടെ അത് തെളിയിച്ചാൽ മാത്രമേ അത് സത്യമായി വരികയുള്ളൂ. വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിജയം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിന്റെ ആവറേജിന് മുകളിലുള്ള സിനിമകളെല്ലാം തന്നെ വലിയ കളക്ഷനിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം, മലയാളത്തിന്റെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇടുന്ന റെക്കോർഡുകൾ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഇനീഷ്യൽ കളക്ഷൻ, മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മോഹൻലാൽ ഓരോ നേട്ടങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ പറയുന്നതിന് കാര്യമുണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പറയാം എന്ന് മാത്രം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുൽഖർ സൽമാൻ മലയാളത്തിൽ അധികം സിനിമകളൊന്നും ചെയ്യാറില്ല. ചെയ്ത സിനിമകളൊന്നും തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അവസാനം ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത കനത്ത പരാജയമായിരുന്നു. ആ സിനിമയ്ക്ക് അത്യാവശ്യം ഇനീഷ്യൽ കളക്ഷൻ കിട്ടി എന്നത് ഒഴിച്ചാൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും കളക്ഷൻ നേടിയെടുത്ത സിനിമ കുറുപ്പ് എന്ന സിനിമയാണ്. 82 കോടിയാണ്. അതിനു മുകളിൽ നേടിയ ഒരുപാട് നടന്മാർ ഇവിടെ മലയാളത്തിലുണ്ട്. ടോവിനോ, നെസ്ലിൻ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ. അപ്പൊ എങ്ങനെ പറയാൻ സാധിക്കും ദുൽഖർ സൽമാനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്ന്? മറ്റൊന്ന്, അദ്ദേഹം പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, വലിയ സ്റ്റാർ ആണ്, എല്ലാ സ്ഥലങ്ങളിലും നേട്ടമുണ്ടാക്കുന്ന ഒരു താരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഇതുവരെയും അത് തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദുൽഖർ സൽമാന്റെ ഏറ്റവും വലിയ വിജയചിത്രം അത് ലക്കി ഭാസ്കർ എന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച 2 സിനിമകൾ, ഒന്ന് ലക്കി ഭാസ്കറും ഒന്ന് സീതാരാമവുമാണ്. രണ്ടും മികച്ച സിനിമകളാണ്, ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്, ക്ലീൻ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമകളാണ്. ഈ 2 സിനിമകളും OTT-യിൽ വൻ തരംഗമാണ്. പക്ഷെ തിയേറ്റർ കളക്ഷനിൽ ആ സിനിമകൾക്ക് അർഹിച്ച വിജയം ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സീതാരാമം മികച്ച സിനിമയായിട്ട് പോലും 100 കോടി പോലും എത്താത്ത ഒരു സിനിമയാണ്. ലക്കി ഭാസ്കർ 112 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ലക്കി ഭാസ്കർ ഒരു തെലുങ്ക് സിനിമയാണ്. അതായത് വലിയ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ. ആ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 112 കോടിയെ നേടിയെടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയ കളക്ഷനായി കൂട്ടാൻ പറ്റില്ല. അവിടെയുള്ള സൂപ്പർ താരങ്ങളുടെ പരാജയ സിനിമകൾക്ക് പോലും അതിനേക്കാളും ഒരുപാട് മുകളിലുള്ള കളക്ഷനാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ പോയി 112 കോടി മികച്ച സിനിമ കൊടുത്തിട്ട് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയ കളക്ഷനായിട്ട് എങ്ങനെ കൂട്ടാൻ സാധിക്കും? തീർച്ചയായും മികച്ച സിനിമകൾ തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. ദുൽഖർ മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച കളക്ഷൻ സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മലയാളത്തിൽ അത്തരമൊരു സിനിമ ചെയ്തിരുന്നു എങ്കിൽ, അതായത് അത്രയും ക്ലീൻ പോസിറ്റീവ് ഉള്ള ഒരു സിനിമ കിട്ടിയിരുന്നു എങ്കിൽ ഇവിടെ 150 കോടിക്ക് മുകളിൽ മിനിമം നേടിയെടുത്തേനെ. അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് തിയേറ്റർ കളക്ഷനിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകൾ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദുൽഖർ സൽമാനെ വലിയ താരമായിട്ട് എല്ലാവരും കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഫാൻസ് മാത്രം ഇരുന്ന് ദുൽഖർ വലിയ താരമാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അയാം ഗെയിമിലൂടെ ദുൽഖർ സൽമാൻ വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് അയാം ഗെയിമിലൂടെ കാണിച്ചു തരും എന്നുള്ളത് തന്നെയാണ്. അയാം ഗെയിം വലിയ പ്രതീക്ഷയിലാണ് തിയേറ്ററുകളിലേക്ക് വരുന്നത്. പ്രേക്ഷകർക്കും നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്, നല്ല ഹൈപ്പുമുണ്ട്, നല്ല ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. സിനിമയുടേതായിട്ട് വരുന്ന ഓരോ പോസ്റ്ററുകളും ഗംഭീരമാണ്. അപ്പോൾ അയാം ഗെയിം എന്ന സിനിമ വലിയൊരു ഇനീഷ്യൽ കളക്ഷൻ നേടണം, സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരണം. ആ പോസിറ്റീവ് റെസ്പോൺസ് തിയേറ്റർ കളക്ഷനിലൂടെ വലിയ ഉയരങ്ങളിൽ എത്തണം. അതായത് 100ഉം 200ഉം കോടി എല്ലാം മറികടന്ന് മുന്നോട്ട് പോകണം. അപ്പോഴാണ് ദുൽഖർ വലിയൊരു സ്റ്റാറായി മാറുന്നത്. ഇവിടെ അയാം ഗെയിമിന് ഒരു തിരിച്ചടി വരുന്നുണ്ട്. അത് ഖലീഫ എന്ന പൃഥ്വിരാജ് സിനിമയാണ്. ആ സിനിമയുടെയും റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 20-ന് തന്നെയാണ്. തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വരുന്നത് ചെറിയ സിനിമയല്ല, വലിയ സിനിമയാണ് ഖലീഫ. ഈ 2 സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ അയാം ഗെയിമിന് പോസിറ്റീവ് വന്നു, ഖലീഫയ്ക്ക് നെഗറ്റീവ് വന്നാൽ വലിയ പ്രശ്നമുണ്ടാവില്ല. പക്ഷെ 2 സിനിമകൾക്കും പോസിറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും 2 സിനിമകളുടെയും കളക്ഷൻ താഴേക്ക് പോകും. ഇതാണ് അയാം ഗെയിമിന് സംഭവിക്കാൻ പോകുന്ന ഏക പ്രശ്നം. അതല്ലാതെ മറ്റൊരു പ്രശ്നവും അയാം ഗെയിമിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദുൽഖർ ഫാൻസ് ആഗ്രഹിക്കുന്നത് പോലെ മികച്ച ഇനിഷ്യൽ കളക്ഷൻ സിനിമ നേടിയെടുക്കട്ടെ, സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറട്ടെ എന്നാഗ്രഹിക്കുന്നു. അത് ദുൽഖറിന്റെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം വിജയങ്ങൾ ആവശ്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സംഭവിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ.